ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിം. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ കോപ്പറേഷൻ ആൻഡ് അതർ ഫോം ഓഫ് ബിസിനസ് ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് നോക്കുവാൻ പോകുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അതുപോലെ തന്നെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, കമ്പനി ഫോം ഓഫ് ബിസിനസ്, അതും കോപ്പറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് നമ്പർ ഓഫ് മെമ്പേഴ്സുമായി ബന്ധപ്പെട്ടാണ്. ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് തുടങ്ങണമെങ്കിൽ എത്ര പേര് വേണം? ഒരൊറ്റ ഒരാൾ മാത്രം മതി അല്ലെ? ഈ സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒറ്റ ഒരാൾ മാത്രം മതി. എന്നാൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഒന്നിലധികം ആളുകൾ വേണം. ഒരു പാർട്ണർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്നിലധികം ആളുകൾ ഉള്ളതിനെയാണ് നമ്മൾ പാർട്ണർ എന്ന് പറയുക. അപ്പൊ ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങണമെങ്കിൽ മിനിമം 2 പേരും മാക്സിമം 100 പേരുമാണ് വേണ്ടത്. ഇനി ഹിന്ദു ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ എത്ര പേരാണ്? മിനിമം 2 പേര്, മാക്സിമം നോ ലിമിറ്റ്. എത്ര പേർക്ക് വേണമെങ്കിൽ ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലുള്ള ആളുകൾക്ക് എത്ര പേർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസിന്റെ ഭാഗമാകുവാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് എന്താണ്? കർത്ത എന്നൊരു വാക്ക് മനസ്സിലോട്ട് വരും അല്ലെ? കർത്ത ആരാണ്? ആ എൽഡർ മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി. അദ്ദേഹമാണ് ആ ബിസിനസിനെ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വരികയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും ഉണ്ട് അല്ലെ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും ഉണ്ട്. പ്രൈവറ്റ് കമ്പനി തുടങ്ങുവാനാണെങ്കിൽ മിനിമം എത്ര പേര് മതി? 2 പേര് മതി. മാക്സിമം എത്രയാണ്? 200 പേര് വരെയാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങണമെങ്കിൽ വേണ്ടത്. ഇനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ എത്രയാണ്? മിനിമം 7 പേരും മാക്സിമം എത്ര പേര് വേണമെങ്കിലും ആകാം. മിനിമം എത്ര പേരാണ്? മിനിമം 7 പേരും, മാക്സിമം നോ ലിമിറ്റുമാണ്. ഇനി കോപ്പറേഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? കോപ്പറേഷൻ്റെ അകത്ത് മിനിമം 25 പേർ ഫ്രം ഡിഫറെന്റ് ഫാമിലി, വിവിധ ഫാമിലി അല്ലെങ്കിൽ വ്യത്യസ്ത ഫാമിലിയിൽ നിന്നുള്ള 25 പേര് വേണം. അതുപോലെ മാക്സിമം എത്രയാണ്? നോ ലിമിറ്റ്. നമുക്കൊരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന്റെ കേസിലാണെങ്കിൽ വ്യത്യാസമുണ്ട് അല്ലെ? എത്ര പേരാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്? അവിടെ 10 പേര് മതി. മിനിമം 10 പേര് മതി എന്ന് കൂടി നിങ്ങൾ ഓർക്കുക. ഇനി ഓണർ, ഈ ഒരു ഓരോ ബിസിനസിന്റെയും ഓണേഴ്സ് ആരൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ അകത്ത് ഒരൊറ്റ ഒരാളേ ഉള്ളൂ. ആ ഒരു പ്രൊപ്രൈറ്റർ തന്നെയാണെന്ത് അതിന്റെ ഓണർ ആയിട്ടുള്ളത്. പാർട്ണർഷിപ്പിന്റെ അകത്ത് എങ്ങനെയാണ്? പാർട്ട്നേഴ്സ് എല്ലാവരും അതിന്റെ ഓണേഴ്സ് ആണ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലാണെങ്കിൽ എങ്ങനെയാണ്? കർത്ത ആൻഡ് കോ പാർട്ട്നേഴ്സ്. കർത്ത എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും എൽഡർ മെമ്പറാണ്. അദ്ദേഹമാണ് ആ ബിസിനസ്സിന് ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കോ പാർട്ട്നേഴ്സ്, അതായത് അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നത്. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പനിയുടെ ഓണർ ആയിട്ട് മാറുവാനായിട്ട് പറ്റൂ അല്ലെ? അതുപോലെ തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ എങ്ങനെയാണ്? ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണർ ആകുവാനായിട്ട് പറ്റും. ഇനി ഓരോന്നിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്? ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിൽ എങ്ങനെയാണ്? അവിടെ ഒരൊറ്റ ഒരാളെ ഉള്ളൂ എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അതിന്റെ എല്ലാ മാനേജ്മെന്റും, എന്ത് വാങ്ങണം, എന്തൊക്കെ വിൽക്കണം, എപ്പോ ജോലി ചെയ്യണം, എല്ലാ കാര്യവും തീരുമാനിക്കുന്ന ആരാണ്? ആ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആണ്. എന്നാൽ പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോ എങ്ങനെയാണ്? ആക്റ്റീവ് പാർട്ട്നേഴ്സ് ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എങ്ങനെയാണ്? ആക്റ്റീവ് പാർട്ട്നേഴ്സിന് എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാനേജ്മെന്റിൽ പങ്കെടുക്കുവാനായിട്ട് പറ്റും. ഇൻ കേസ് അവർക്ക് എല്ലാവർക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരാളെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസൈൻ ചെയ്തിട്ട് അദ്ദേഹമായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ മാനേജ്മെന്റ് നടത്തുക. ഇനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ എൽഡർ മെമ്പർ ആയിട്ടുള്ള കർത്തയാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ എങ്ങനെയാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഓണേഴ്സ് ആകുവാനായിട്ട് പറ്റും. എന്നാൽ എല്ലാവർക്കും അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ഒരു മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഈ ഒരു ഷെയർ ഹോൾഡേഴ്സ് ആണ് എലക്ട് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാണ് വോട്ടിംഗ് വരുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ വോട്ടിംഗ് എങ്ങനെയാണ്? 1 ഷെയർ 1 വോട്ട് സിസ്റ്റമാണ്. ഒരു ഷെയറിന് 1 വോട്ട് എന്ന സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം 1 ലക്ഷം ഷെയർ ഉള്ള ആൾക്ക് എന്തുണ്ട്? 1 ലക്ഷം വോട്ടുകൾ ഉണ്ട് അല്ലെ? ഇനി നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരികയാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? അവിടെ മാനേജ്മെന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് കമ്മിറ്റിയാണ്. ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റീനെ എലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് കമ്മിറ്റീനെ സെലക്ട് ചെയ്യുന്ന ആരാണ്? ഒരു മെമ്പേഴ്സ്
എലക്ഷൻ വഴിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാനേജ്മെന്റ് കമ്മിറ്റീനെ തെരഞ്ഞെടുക്കുന്നത്. അവിടെയും വോട്ടിംഗ് ഉണ്ട് അല്ലെ. അവിടെ എങ്ങനെയാണ് 1 വോട്ട് ആണുള്ളത്, ഒരാൾക്ക് ഒരു 1 ഷെയർ 1 വോട്ട്, അല്ലെങ്കിൽ 1 മാൻ 1 വോട്ട് സിസ്റ്റം. 1 മാൻ 1 വോട്ട് സിസ്റ്റം ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെമോക്രസി അല്ലെങ്കിൽ ഡെമോക്രാറ്റിക്കലി കൺട്രോൾഡ് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ പരമപ്രധാനമായിട്ടുള്ള അവരുടെ ഒരു മെയിൻ ഡിഫറൻസ് നമ്മൾ നോക്കി. ഓരോ ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര പേര് വേണം, അതുപോലെ മാക്സിമം എത്ര പേര് വരെ ആകാം എന്ന് പഠിച്ചു. ഓരോ ബിസിനസിന്റെയും ഓണേഴ്സ് ആരാണെന്ന് പഠിച്ചു. അവരുടെ മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതും എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഓരോ ബിസിനസ് അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനെയും എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് നിയമം പ്രകാരമാണ് അതിനെ. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഓരോന്നിനും എങ്ങനെയാണ് ഗവേൺ ചെയ്യുന്നത് എന്നതാണ് നോക്കുവാനായിട്ടുള്ളത്. ഏറ്റവും ആദ്യം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരുന്നു അല്ലെ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് എങ്ങനെയാണ് പ്രൊപ്രൈറ്ററുടെ ഫ്രീ വില്ല് പ്രകാരം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഗവേൺ ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ പാർട്ണർഷിപ്പിൽ എങ്ങനെയാണ്, അവിടെ പാർട്ണർഷിപ്പ് ആക്ട് ഉണ്ട് അല്ലെ. 1932 പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാർട്ണർഷിപ്പിനെ മാനേജ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എങ്ങനെയാണ്, അവിടെ ഫ്രീ വില്ല് പ്രകാരമാണ് അവരുടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം കമ്പനി ഫോം ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എങ്ങനെയാണ്, കമ്പനീസ് ആക്ട് 2013 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീനെ എന്ത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. നമ്മൾ കേരളത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഗവേൺ ചെയ്യുന്ന ഏതാണ്, KCS ആക്ട് 1969 ആണ്. നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആയതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഉണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ആക്ടുകളാണ് എന്ത് ചെയ്യുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസിനെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത് എന്ന് ഓർക്കുക. ഇനി ഓരോന്നിന്റെയും ലയബിലിറ്റി എങ്ങനെയാണ് എന്ന് നോക്കാം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ എങ്ങനെയാണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അദ്ദേഹത്തിന്റെ ലയബിലിറ്റി എങ്ങനെയാണ്, അൺലിമിറ്റഡ് ആണ്. അദ്ദേഹത്തിന് ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ മുഴുവനും അദ്ദേഹത്തിന് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു മുഴുവൻ നഷ്ടത്തിനും ഉത്തരവാദി ആരാണ്, എല്ലാം നഷ്ടം മുഴുവൻ വഹിക്കേണ്ടതാരാണ്, ആ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആണ്. ഇനി പാർട്ണർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ്, അവിടെ പാർട്ട്നേഴ്സിനെല്ലാം അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉള്ളത്. അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലും അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഉള്ളത്. കമ്പനീസ് ആക്ടിൽ എങ്ങനെയാണ്, ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ കമ്പനികളുടെ പേരൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് എന്തുണ്ടാവും, ആ പേരിനോട് കൂടി ഉണ്ടാവും അല്ലെ. അവിടെ എന്താണ് ഈ ഒരു ലിമിറ്റഡ് എന്നത് സൂചിപ്പിക്കുന്നത്, ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് അതിനെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ എന്ത് ചെയ്യുന്നത്, ഗവേൺ ചെയ്യുന്നത്. അവരുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ് എങ്ങനെയാണ്, ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റി ആണ് അല്ലെ. അടുത്തത് പ്രോഫിറ്റ്. ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞു ലയബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസ് നമ്മൾ ആദ്യമേ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ്, ആ മെമ്പേഴ്സിനിടയിൽ വീതം വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ നമ്മൾ ഓരോ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നോക്കിയാണ്. എങ്ങനെയാണ് നമ്മുടെ സോൾ പ്രൊപ്രൈറ്ററിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മുഴുവനും സോൾ പ്രൊപ്രൈറ്റർക്ക് എടുത്തുകൊണ്ട് പോകുവാനായിട്ട് പറ്റും. ഇനി പാർട്ണർഷിപ്പ് ഫേമിലാണെങ്കിൽ ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ബേസ്ഡ് ഓൺ ദി എഗ്രീഡ് റേഷ്യോ. പാർട്ണർഷിപ്പ് ഒരു ഡീഡ് ഉണ്ടാവും അല്ലെ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും. ആ ഒരു ഡീഡിന്റെ അകത്ത് എന്തുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എത്ര റേഷ്യോയിലാണ് പ്രോഫിറ്റ് വീതം വെക്കേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഒരു റേഷ്യോനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ആ ഉണ്ടായ പ്രോഫിറ്റിനെ വീതം വെച്ചെടുക്കുന്നത്. ഇനി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലാണെങ്കിൽ എങ്ങനെയാണ്, ഡിവൈഡഡ് ബൈ ഫാമിലി. ആ കുടുംബത്തിനിടയിൽ അവര് വീതം വെക്കുകയാണുള്ളത്. ഇനി കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ കമ്പനിയിലാണെങ്കിൽ എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, അവർ ഹെൽഡ് ചെയ്യുന്ന ഷെയറിന്റെ എണ്ണം അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു ഷെയർ ഡിവൈഡ് ചെയ്ത് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റി കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡഡ് ആസ് പെർ KCS ആക്ട് ബൈ ജനറൽ ബോഡി. ജനറൽ ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, അതുപോലെ പ്രോഫിറ്റ് മെമ്പേഴ്സിനിടയിൽ വീതം വെക്കുന്ന ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്ത്, നമ്മുടെ JCI KS കാർഡിന്റെ ഫസ്റ്റ് മോഡ്യൂൾ, കോർപ്പറേഷന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മാർക്ക് നേടുവാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള ഓരോ മോഡ്യൂളുകളും ഇനി ബാങ്കിങ് ആയിക്കോട്ടെ, IT ആയിക്കോട്ടെ, കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങളെ ഫുൾ മാർക്ക് മേടിക്കുന്നതിന് വേണ്ടി 100 മാർക്ക് മേടിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ നിങ്ങളെ കൃത്യമായി ആൻസർ ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ മോഡ്യൂൾ വൈസ് എക്സാമുകളും സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും അത് കൃത്യമായി ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഠനം ഒരു തടസ്സം വരാതെ രീതിയിൽ ഒരു സിസ്റ്റമാണ് നമ്മൾ ക്വറി ക്രാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഒരു ഡൗട്ട് കൃത്യമായി ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക ക്വറി ഹാൻഡ്ലിംഗ് സിസ്റ്റം നമുക്കുണ്ട്. അപ്പോൾ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഒരു ബാച്ചിനുള്ളത്. ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, എക്സാമുകളുണ്ട്, മോഡൽ എക്സാം ഉണ്ട്, PDF നോട്ട് ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് ക്ലാസ്സുകളൊക്കെ ഉൾപ്പെടുത്തി ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഒരു ബാച്ചിനുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാനും കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഈ ഒരു നമ്പർ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്